PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന CSEB എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി റേഷ്യോ ഈസ് ദ ബിസിനസ് ഇൻഡിക്കേറ്റർ ഓഫ് Activity ratio is the business indicator of options profitability, solvency, liability, turnover. ആക്ടിവിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടേൺ ഓവർ. ആക്ടിവിറ്റി റേഷ്യോയുടെ മറ്റൊരു പേരാണ് ടേൺ ഓവർ റേഷ്യോ എന്നത്. ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട റേഷ്യോനെയാണ് ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം 2024 ഓഗസ്റ്റ് 25 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആക്ടിവിറ്റി റേഷ്യോ ഈസ് എ ബിസിനസ് ഇൻഡിക്കേറ്റർ ഓഫ് ടേൺ ഓവർ. ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്, ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ സ്പീഡ് വിത്ത് വിച്ച് അസറ്റ്സ് ആർ കൺവേർട്ടഡ് ഓർ ടേൺഡ് ഓവർ ടു സെയിൽസ്. അസറ്റ് സെയിലാക്കി മാറ്റുന്നതിലേക്കുള്ള കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ആ സ്പീഡാണ് ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ടേൺ ഓവർ റേഷ്യോസ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അങ്ങനെ ഏതെങ്കിലും ഒരു ടേൺ ഓവർ റേഷ്യോ കാണുന്നതിനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ചോദിക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ മോസ്റ്റ്ലി സെയിൽസ് ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് ആണ്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ ഉൾപ്പെടെയുള്ള ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്റർ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ സെയിൽസുമായി ബന്ധപ്പെട്ട റേഷ്യോസ് ആണ് ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോയുടെ മറ്റൊരു പേരാണ് ആക്ടിവിറ്റി റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസും ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ. ചോദ്യം ഇതായിരുന്നു, ആക്ടിവിറ്റി റേഷ്യോ ഈസ് ദ ബിസിനസ് ഇൻഡിക്കേറ്റർ ഓഫ്. ഉത്തരം ടേൺ ഓവർ. ഇപ്പോൾ നടന്ന, അതായത് ഒക്ടോബർ 12 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Stock velocity is expressed in terms of. Stock velocity is expressed in the terms of options quantity of stock, cost price of stock, time period, amount of goods sold. സ്റ്റോക്ക് വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ടൈം പീരീഡ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോനെയാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്. സ്റ്റോക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻട്രി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻട്രി അറ്റ് കോസ്റ്റ്. സ്റ്റോക്ക് വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ടൈം പീരീഡിലാണ്. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് ടൈം പീരീഡ്. അടുത്ത ചോദ്യം, വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. Which ratio indicates the long-term financial position of a firm? Options: liquidity ratio, solvency ratio, turnover ratio, profitability ratio. ഇത് 2025 ഓഗസ്റ്റ് 3 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോയാണ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ സോൾവൻസി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കമ്പനിയുടെ, ഒരു ബിസിനസ്സിൻ്റെ എബിലിറ്റിയാണ്. ദ ടേം സോൾവൻസി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ കൺസേൺ ടു മീറ്റ് ഇറ്റ്സ് ലോങ് ടേം ഒബ്ലിഗേഷൻസ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു സോൾവൻസി റേഷ്യോയ്ക്ക് ഉദാഹരണമാണ്. സോൾവൻസി റേഷ്യോനെയാണ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സ് ഫണ്ടും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇക്വിറ്റിയും ഇൻറ്റേർണൽ ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ സോൾവൻസി റേഷ്യോയ്ക്ക് ഒരു ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു
നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ടോട്ടൽ സെയിൽസ്, നെറ്റ് സെയിൽസ്. ഇത് ഓഗസ്റ്റ് 12 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ഒരു ചോദ്യം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് കൂട്ടി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അടുത്ത ചോദ്യം, ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ഇതും ഒക്ടോബർ 12 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈയിടെയായിട്ട് ചോദിച്ചു വരുന്നതാണ് ഈ വേരിയൻസിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാറുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. ഒരു ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രീ ഡിറ്റർമൈൻഡ് ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണുകയും അതിൻ്റെ റീസൺ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഈ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ആ ഡിഫറൻസ് ഫേവറബിൾ ആണെന്ന് പറയും. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഡിഫറൻസ് അൺഫേവറബിൾ ആണെന്നും പറയും. ഇത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിന് മുമ്പ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഈ ഫേവറബിളും അൺഫേവറബിളും. അതായത് നമ്മൾ ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. അതിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുകയും അതിൻ്റെ റീസൺ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്കാണ് വേരിയൻസ് അനാലിസിസ്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ഉത്തരം വരുന്നത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. അതായത് സ്റ്റാൻഡേർഡ് പ്രൈസിൽ നിന്ന് ആക്ച്വൽ പ്രൈസ് കുറച്ചിട്ട് ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. അടുത്ത ചോദ്യം, EOQ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻസ് എലിമെൻ്ററി ഓപ്പറേറ്റിംഗ് ക്വാളിറ്റി, എമർജൻസി ഓർഡറിംഗ് ക്വാണ്ടിറ്റി, എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി, എസെൻഷ്യൽ ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഉത്തരം ഓപ്ഷൻ സി ആണ്, എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഒരു സമയത്ത് ഓർഡർ ചെയ്യേണ്ട ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു ബി ഓർഡേഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ആഡിക്വേറ്റ് ആവണം എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുന്നതിനുള്ള കോസ്റ്റും അതുപോലെ ക്യാരിയിങ് കോസ്റ്റും കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ദ ക്വാണ്ടിറ്റി ഈസ് ഫിക്സഡ് ഇൻ സച്ച് എ മാനർ ആസ് ടു മിനിമൈസ് കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് ആൻഡ് ക്യാരിയിങ് ദ സ്റ്റോക്ക്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് √2CO / I. സി എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ അല്ലെങ്കിൽ ആനുവൽ യൂസേജ് ഓഫ് മെറ്റീരിയൽ. ഒ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ. ഐ എന്ന് പറയുന്നത് ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ EOQ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അടുത്ത ചോദ്യം, ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈക്വൽ ടു ഓപ്ഷൻസ് ടോട്ടൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫിക്സഡ് കോസ്റ്റ്. ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രോഫിറ്റും ഉണ്ടായിരിക്കില്ല, അതുപോലെ ലോസും ഉണ്ടായിരിക്കില്ല. കോസ്റ്റും എക്സ്പെൻസും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. നമ്മുടെ ചോദ്യം ഇത് തന്നെയായിരുന്നു, എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ബ്രേക്ക് ഈവൻ സെയിൽസിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. അടുത്ത ചോദ്യം, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് ഓപ്ഷൻസ് ടോട്ടൽ ഇൻവെൻറ്ററി, ആവറേജ് ഇൻവെൻറ്ററി, ഇൻവെൻറ്ററി അറ്റ് ദ ബിഗിനിങ്, ക്ലോസിംഗ് ഇൻവെൻറ്ററി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആവറേജ് ഇൻവെൻറ്ററി. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോനെയാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ടൈം പീരീഡിലാണ്.
സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. അടുത്ത ചോദ്യം, സൂപ്പർ ക്വിക്ക് അസറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ഡാഷ് ഫ്രം കറൻറ്റ് അസറ്റ്സ്. സൂപ്പർ ക്വിക്ക് അസറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ഡാഷ് ഫ്രം കറൻറ്റ് അസറ്റ്സ്. ഓപ്ഷൻസ്: ഇൻവെൻട്രീസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇൻവെൻട്രീസ് ആൻഡ് ഡെറ്റേഴ്സ്, ഇൻവെൻട്രീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഡെറ്റേഴ്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻവെൻട്രീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഡെറ്റേഴ്സ്. കറൻറ്റ് അസറ്റിൽ നിന്ന് ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഡെറ്റേഴ്സും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സൂപ്പർ ക്വിക്ക് അസറ്റ്. കറൻറ്റ് റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറൻറ്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. കറൻറ്റ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ് ആണ് കറൻറ്റ് റേഷ്യോ കാണാനുള്ള ഫോർമുല. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ അസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി ആണ്. അതായത് ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി ആണ് ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല. ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റിൽ നിന്നും പ്രീപെയ്ഡ് എക്സ്പെൻസസും സ്റ്റോക്കും കുറയ്ക്കുന്നതാണ്. കറൻറ്റ് അസറ്റ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് സ്റ്റോക്കാണ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് കറൻറ്റ് ലയബിലിറ്റിയിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി. കറൻറ്റ് അസറ്റിൽ നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസും സ്റ്റോക്കും ഡെറ്റേഴ്സും കൂടെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സൂപ്പർ ക്വിക്ക് അസറ്റ്. അടുത്ത ചോദ്യം, കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഡാഷ് കോസ്റ്റ്. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഡാഷ് കോസ്റ്റ്. ഓപ്ഷൻസ്: പ്രോഡക്റ്റ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പീരിയഡ് കോസ്റ്റ്, നൺ ഓഫ് ദീസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പീരിയഡ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റിന് മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഫിക്സഡ് കോസ്റ്റ് ഓർ പീരിയഡ് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വേറെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.